ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ദോശയുടെയും കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ മുട്ടക്കറി തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ചെറിയൊരു പീസ് കറുവാപ്പട്ടയും 2 ഏലയ്ക്ക 3 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്, അതും കൂടി. ഇനി ഇത് ലൈറ്റായിട്ടൊന്ന് വറുത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് സവാള ചേർക്കാവുന്നതാണ്. 3 സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ള സവാളയാണ്, അത് ചേർക്കാം. സവാള ചേർത്ത് നല്ല രീതിക്ക് നമുക്കൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. സവാളയുടെ കളറൊക്കെ ലൈറ്റായിട്ട് മാറി തുടങ്ങണം, അതുവരെ ഒന്ന് വഴറ്റേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സവാള എല്ലാം ഒരു പകുതിയോളം അളവിൽ ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഇനി ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി സമാസമം എടുത്തൊന്ന് ചതച്ച് ചേർത്താൽ മതിയാവും. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണുള്ളതെങ്കിൽ 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതുപോലെ നമ്മുടെ സവാള എല്ലാം പകുതി അളവിലൊന്ന് വഴണ്ട് കഴിയുമ്പോൾ മാത്രമേ ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാവൂ കേട്ടോ. ഫസ്റ്റിലേ ചേർക്കരുത്, എങ്കിൽ പിന്നെ നമ്മുടെ സവാള എല്ലാം ഒന്ന് നന്നായിട്ട് കളർ മാറി തുടങ്ങുമ്പോഴത്തേക്കും ഇഞ്ചിയുടെ ആ ഒരു ടെക്സ്ചർ ആകെ മാറിപ്പോവും. ഒരല്പസമയം ഒന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ സവാളയുടെ കളറൊക്കെ ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ചെറിയൊരു മസാലക്കൂട്ട് നരച്ച് ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മസാലക്കൂട്ട് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ചെറിയൊരു ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അത്യാവശ്യം വലിയ തക്കാളിയിൽ 2 തക്കാളി എടുത്തിട്ടുണ്ട്, ആ തക്കാളി ചേർക്കാം. അധികം പുളിയില്ലാത്ത തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കൂടെ പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 7-8 അണ്ടിപ്പരിപ്പും കൂടിയാണ്, അതും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് മസാലപ്പൊടികളാണ്. ആദ്യം നമുക്ക് മുളക് പൊടി ചേർക്കാവുന്നതാണ്. അപ്പോൾ കശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇച്ചിരി കളർ ഉണ്ടാവും, ഇച്ചിരി എരിവ് കുറവുള്ള മുളക് പൊടിയാണ്. 2 ടീസ്പൂൺ അളവിലാണ് കേട്ടോ ചേർക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർക്കാവുന്നതാണ്. കൂടെ വേണ്ടത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുഴുവൻ പെരിഞ്ജീരകം കൂടി. പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് നമ്മുടെ അടുത്തുള്ളതെങ്കിൽ അത് തന്നെ ചേർക്കാവുന്നതാണ്, 1/2 ടീസ്പൂൺ. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാവുന്നതാണ്. തക്കാളിയിലുള്ള ആ ഒരു വെള്ളം തന്നെ മതിയാവും ഇതൊന്ന് അരഞ്ഞ് കിട്ടാനായിട്ട്. എങ്ങാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ചേർത്ത് നല്ല സ്മൂത്തായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു മസാലക്കൂട്ട് നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. മസാലക്കൂട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. 2-3 മിനിറ്റ് നല്ല രീതിക്ക് ഒന്ന് വഴറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ തക്കാളിയുടെയും മസാലയുടെയൊക്കെ ആ ഒരു പച്ച മണം ഒന്ന് മാറി കിട്ടണം, ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടണം. അതുവരേക്കും ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. തക്കാളിയിലുള്ള ആ ഒരു വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി തുടങ്ങട്ടെ. ഒരു 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ തക്കാളിയിലുള്ള ആ ഒരു വെള്ളമൊക്കെ ഒന്ന് മാറിക്കിട്ടിട്ടുണ്ട്. നമ്മുടെ തക്കാളിയുടെയും മസാലയുടെയൊക്കെ ഒരു പച്ച ടേസ്റ്റ് മാറിയിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം ചേർക്കാവുന്നതാണ്. പച്ചവെള്ളം ചേർക്കരുത്, തിളച്ച വെള്ളം ചേർക്കാം. 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിനോടൊപ്പം വേണ്ടത് 1 പച്ചമുളകാണ്. കൂടുതൽ പച്ചമുളക് ചേർക്കണ്ട. ഇനി വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. 1/2 ടീസ്പൂണാണ് കേട്ടോ ഞാനിപ്പോൾ ഉപ്പ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിലേക്ക് വേവിച്ചെടുത്ത മുട്ട ചേർക്കാവുന്നതാണ്. അപ്പോൾ ഓരോ മുട്ടയും ചെറുതായിട്ട് ഞാനിതൊന്ന് കത്തി കൊണ്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ മുട്ട ചേർക്കാം. 6 മുട്ടയാണ് കേട്ടോ ഞാനിപ്പോൾ ആകെ എടുത്തിട്ടുള്ളത്. മുട്ട ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് അടച്ച് വെച്ച് ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ലോക്കും ഇടയിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാവുന്നതാണ്. അത്രയും സമയം കൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഗ്രേവിയെല്ലാം നന്നായിട്ടൊന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അല്പം മല്ലിയില ചേർക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. നല്ല സൂപ്പറായിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു മുട്ടക്കറിയാണ് കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലൊരു മുട്ടക്കറി ഒന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങളുടെ ഫേവറേറ്റ് മുട്ടക്കറികളിൽ ഒന്നായിട്ട് ഇത് മാറും. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്.
എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.